ഐസൻ ജോസ്, നമുക്ക് ഏറ്റവും പുതിയ ഇതിലൊരു ഡെവലപ്മെന്റ് ഉണ്ടല്ലോ. രാജ്യസഭയിൽ പി വി അബ്ദുൽ വഹാബ് MP-യുടെ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. ആ മറുപടിയുടെ ഒരു സാരാംശം ചോദിച്ചത് എന്താണ്? MOU സൈൻ ചെയ്തിട്ടുണ്ടോ? പിന്മാറാനാകുമോ? പിന്മാറിയാൽ എന്താണ് ആഘാതം? ഏതെങ്കിലും സിലബസ് അടിച്ചേൽപ്പിക്കുന്നുണ്ടോ? ഇതായിരുന്നു ചോദ്യം. അതൊന്ന് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കുക ഐസൻ. പ്രദീപ്, ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ട് ചോദ്യങ്ങൾ. അതായത് അബ്ദുൽ വഹാബ് ചോദിച്ച ചോദ്യം, ഇതിൽ എല്ലാവരും പൊതു സ്വഭാവമാണ്. മറ്റൊരു MP കൂടി രാജ്യസഭയിൽ ചോദിച്ചിരുന്നു, JP മേത്തർ ചോദിച്ചിരുന്നു, അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതിൻ്റെ കണ്ടന്റ്, എല്ലാതിൻ്റെയും കണ്ടന്റ് ഒരു കണ്ടന്റ് തന്നെയാണ്. ഇത് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യമായിട്ടാണ് കൊടുത്തത്. അതുതന്നെയാണ് അതിലൊരു മനോഹാരിത എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നക്ഷത്ര ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അത് പാർലമെന്റിൽ പറയും, മറുപടി പറയണം, പാർലമെന്റിൽ അത് പറയും. നക്ഷത്ര ചിഹ്നം ഇടുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താതെ കൊടുത്തത് മറുപടി പറയാതിരിക്കാനാണ്. മുക്കണമെങ്കിൽ മുക്കാം എന്നുള്ള ഉദ്ദേശം തോന്നുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. പാർലമെന്റിലെ മറുപടി അയച്ചു കൊടുത്താൽ അത് മറ്റുള്ളവർക്കും കിട്ടുകയും ചെയ്യുമല്ലോ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അബ്ദുൽ വഹാബിൻ്റെ ചോദ്യത്തിൽ ഈ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് കരിക്കുലത്തിൻ്റെ ഏതെങ്കിലും നിർദ്ദേശം, ഏതെങ്കിലും കരിക്കുലം നടപ്പിലാക്കണമെന്ന് കൃത്യമായി ധാരണാപത്രം ഒപ്പിടുമ്പോൾ അതിന് വ്യവസ്ഥയുണ്ടോ? അത്തരമൊരു വ്യവസ്ഥയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതാത് സംസ്ഥാനങ്ങളിലെ സിലബസ്, അതായത് CBSE-യോ സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലോ സിലബസ് അവരുടെ അഫിലിയേഷൻ പ്രകാരം CBSE-യോ സ്റ്റേറ്റ് ബോർഡോ എക്സാമിനേഷനോ ഏത് രീതിയിലാണെങ്കിൽ അങ്ങനെ നടത്താം. സിലബസിൽ ഇടപെടാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കില്ല, അങ്ങനെയില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളം ഒപ്പിട്ടുവോ എന്നാണ്. അതിൽ നിന്നും പിൻവലിക്കാനാവുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനാവുമോ എന്നാണ്. അത് ഇപ്പോൾ കേരളം ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിട്ട ദിവസം പറയുന്നുണ്ട് 23 ഒക്ടോബർ 2025 ഇത് ഒപ്പിട്ടത്. നമുക്കറിയാവുന്നതായിരുന്നു, അന്ന് വാർത്തയായിരുന്നു, ഗംഭീര വാർത്തയായിരുന്നു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പോയി ഇത് ഒപ്പിട്ടതും അതിൻ്റെ പിന്നാലെ വന്ന വിവാദങ്ങളും. അതിനുശേഷം അതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്താൽ വരാനിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ആ ബെനിഫിറ്റ് PMC ഉറപ്പാക്കുന്ന, ആ സ്കീം ഉറപ്പാക്കുന്ന ബെനിഫിറ്റുകളൊന്നും ലഭ്യമാകില്ല എന്ന് മാത്രമാണുള്ളത്. ഇതിലിപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ഈ 280 സ്കൂൾ, ഒരു മണ്ഡലത്തിൽ 2 സ്കൂളുകൾ വെച്ച് 280 സ്കൂളുകൾക്ക് ഏതാണ്ട് ഒരു സ്കൂളിൽ ഒരു 1000-ഓളം കുട്ടികളുണ്ടെന്ന് കരുതുക. അപ്പോൾ എത്രയും കണക്കാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു സംഖ്യ കുട്ടികളുണ്ട്. അവർക്ക് ഈ സ്കൂളുകളിൽ മോഡൽ സ്കൂളുകളായി ഈ സ്കൂളുകളെ വളർത്തിയെടുക്കുക എന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂൾ, അതായത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലെ ഒരു പ്രധാനപ്പെട്ട ഇടത്തെ ഒരു മോഡൽ സ്കൂൾ ഉണ്ടെങ്കിൽ ആ മോഡൽ സ്കൂളിനെ PMC സ്കൂളായി പരിവർത്തനം ചെയ്യുമ്പോൾ അത് ഒരു മാതൃകാ വിദ്യാലയമാകുകയും അതിനനുബന്ധമായ രീതിയിൽ മറ്റ് സംവിധാനങ്ങൾ, അതൊരു ബെഞ്ച് മാർക്കിംഗ് ആയി, അതായത് ഇത്രയും സൗകര്യങ്ങളാണ് ഈ സ്കൂളിൽ ഒഴുക്കുക, ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്, ഇങ്ങനെയാണ് PMC വഴി ലഭ്യമാവുക എന്ന് പറഞ്ഞ് അത് നടപ്പാക്കുകയും സ്വാഭാവികമായും അതൊരു ബെഞ്ച് മാർക്ക് സംവിധാനമായി ഉപയോഗിക്കുകയും അതിന് പിന്നാലെ മറ്റ് സ്കൂളുകളും അതിനെ മാതൃകയായി കണക്കാക്കുക, മാതൃകാ വിദ്യാലയമായി അത് തുടരുക എന്നതാണ് ഈ PMC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കേരളത്തിലെ 280 സ്കൂൾ എന്ന് പറയുമ്പോൾ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള സ്കൂളുകളിൽ ഇത് കാണുമ്പോൾ അത് കൃത്യമായി അതിനെക്കുറിച്ചൊരു ബോധ്യം, ജനകീയമായ ബോധ്യം വരെ അതിനുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ്, ഇതാണ്, ഇതുപോലുള്ള സൗകര്യങ്ങൾ വേണം, ഇതുപോലുള്ള ലാബുകൾ വേണം, ഇതുപോലുള്ള ക്ലാസ് റൂമുകൾ വേണം, ഇതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, കളിസ്ഥലം വേണം, ഗ്രീൻ ക്യാമ്പസ് ആയിരിക്കണം, വിദ്യാഭ്യാസ രീതി ഇതായിരിക്കണം. വിദ്യാഭ്യാസത്തിന്റെ രീതി പറയുന്നത് വേറൊന്നുമല്ല, പറയുന്നത് നൈപുണ്യ വികസനം, തൊഴിലധിഷ്ഠിതം, ഒപ്പം പുതിയ നൂറ്റാണ്ടിനും ഒപ്പം 21ാം നൂറ്റാണ്ടിലേക്ക് ഇവരെ സജ്ജരാക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് അഭിരുചിയുള്ള ഒരു സ്വയം തൊഴിൽ, ഒരു ITI പാസ്സായ കുട്ടിയായിട്ടാണ് +2 പാസ്സായ കുട്ടി വരുന്നത്. ITI സർട്ടിഫിക്കറ്റിന് സമാനമായ ഒരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി മികച്ച നൈപുണ്യമുള്ള ഒരു തൊഴിൽ ചെയ്യാനുള്ള ശേഷി കൂടിയായ കുട്ടി പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിനെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങളുടെ പേരിൽ ഇല്ലാതാക്കുന്നത്.